എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരമീൻ കറിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് കേരമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടി സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്, വേപ്പില, പിന്നെ ഞാനിത് ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി കൂടി ഇട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, കുറച്ച് വെള്ളം. നമുക്കിനി ഗ്യാസ് കത്തിക്കാം. ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിലോട്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയും കടുകും കൂടെ അരച്ച് വെച്ചേക്കണം. സവാള പകുതി ആവുമ്പോഴേക്കും പകുതി പാകവും ഇട്ട് കൊടുക്കാൻ മതി. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ സവാള വാടാൻ വേണ്ടി. നമ്മളിനി നേരത്തെ എടുത്ത് വെച്ചാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും കൂടെ അരച്ച പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ പകുതി പാകമായപ്പോഴാണ് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി കടുകും കൂടെ ആയിട്ടുള്ളത് നമ്മൾ ഇട്ടത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലൊരു വഴഞ്ഞു വേണം. നേരത്തെ നമ്മൾ എടുത്തു വെച്ചാൽ ഈ പൊടികളില്ലേ, അത് നമ്മൾ നേരത്തെ വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് വെച്ചത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും മസാലപ്പൊടിയും ഇട്ടത് എല്ലാം കൂടെ നല്ലൊരു മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തിളക്കണം. നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പ് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിനൊന്ന് തിളച്ച് വന്നിട്ട് കാണാം. ഇപ്പം നമ്മുടെ മീൻകറിയുടെ ഇവിടെ ചാറൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്ത് കുറുകി കഴിയുമ്പോഴേക്കും കാണാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.